ഹലോ അസ്സലാമു അലൈക്കും. ഇനി നമുക്കൊരു സോയാബീൻ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചതാണ്. ഇത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെ അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് പൊരിച്ച് പോരാം. ഇനി നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കത് മാറ്റാം കേട്ടോ. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ കോരി എടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കടുകും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്ത് വരണം കേട്ടോ. ഇത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അച്ചാർ പൊടിയും ഒക്കെ മിക്സാക്കി വെച്ചതാണ്. അത് മൂത്ത് വരുമ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് സോയാബീനിൽ ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. ഇനി സോയാബീൻ ഇട്ട് കൊടുക്കുക നമുക്ക്. ഇനി നമുക്കില്ലേ അതിലേക്ക് സുർക്ക ഒഴിക്കാം കേട്ടോ. ഇതിൽ അത്യാവശ്യം പൊടി വേണം. പിന്നെ വെള്ളം ആ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ തണുത്ത് വരുമ്പോൾ അത് ഡ്രൈ ആയി പോകും. ഇപ്പോൾ പാകം നോക്കട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. ഇനി നമുക്ക് ഓഫാക്കി വെക്കാം. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.